ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് കാക്ക്. UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ബിസിനസ് ഏരിയയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റ് എൻട്രി? സോ ഇന്റർനാഷണൽ മാർക്കറ്റ് എൻട്രി മോഡ്സിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് എൻട്രി മോഡ് അല്ലാത്ത ഏതാണ്? വൺ ഈസ് ജോയിന്റ് വെഞ്ചർ, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. ഡെഫിനറ്റ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇന്റർനാഷണൽ എൻട്രി മോഡല്ല. ബാക്കിയുള്ള എല്ലാ രീതിയിലും, അതായത് ജോയിന്റ് വെഞ്ചർ ആയിട്ടും അതേപോലെ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ് മോഡുകൾ വഴിയും നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ദി തിയറി ദാറ്റ് സജസ്റ്റ് countries should specialize in producing goods and services they can produce most efficiently and trade with other countries to obtain goods that they cannot produce effectively is known as. അതായത് ഒരു രാജ്യത്തിന്, ദ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന് അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ഏതാണോ അതായിരിക്കണം അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വേറെ അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന തിയറി, ദിസ് ഈസ് കോൾഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ തോന്നും. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അബ്സല്യൂട്ട് ലീഡർ ആയിരിക്കണം. അതായത് മറ്റ് രാജ്യങ്ങളെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന രാജ്യമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള രാജ്യം. അവർ മാത്രമേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും അവർ ഇമ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ വരുന്നത്. എന്നാൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വൈൽ കമ്പയറിംഗ് ടു സം അതർ കൺട്രി, മറ്റേതെങ്കിലും ഒരു കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവരെക്കാൾ കുറഞ്ഞ ചിലവിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ആ കൺട്രിയിലേക്ക് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. ബാക്കിയുള്ള പ്രൊഡക്ട്സ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. അബ്സല്യൂട്ട് ഇൻ ദി സെൻസ് മറ്റ് രാജ്യങ്ങളെക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് റൂൾസ് ആൻഡ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ഗ്ലോബൽ ട്രേഡ് എഗ്രിമെന്റ്സ്? സോ ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഗ്ലോബൽ ട്രേഡ് എഗ്രിമെന്റ്സുമായി ബന്ധപ്പെട്ട് റൂൾസ് സെറ്റ് ചെയ്യുന്നതും ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് നടത്തുന്നതും ഒക്കെ? സോ റൈറ്റ് ആൻസർ ഈസ് ഡെഫിനറ്റ്ലി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡയറക്ട്ലി കൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു, എന്താണ് FDI എന്നാണ് ചോദ്യം. എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫോറിൻ മാർക്കറ്റ്സ്, ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫോറിൻ മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ കൺട്രീസ് ടു എസ്റ്റാബ്ലിഷ് ബിസിനസ് ഓപ്പറേഷൻ, പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ എയ്ഡ്. ഡെഫിനറ്റ്ലി റൈറ്റ് ആൻസർ ഈസ് ഇൻവെസ്റ്റ്മെന്റ്. സോ FDIയുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ അറിയണം. എന്താണ് വെർട്ടിക്കൽ FDI, എന്താണ് ഹൊറിസോണ്ടൽ FDI, അല്ലെങ്കിൽ ഫോർവേഡ് FDI എന്താണ്, അതേപോലെ ഒരുപാട് ടൈപ്സ് ഓഫ് FDIs നമുക്ക് പറയാം. അത് ഓരോന്നിനെ പറ്റി മനസ്സിലാക്കുക. അതായത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതാണ് ഓട്ടോമാറ്റിക് റൂട്ട്, ദെൻ ഗവൺമെൻറ് റൂട്ട് കൺസെപ്റ്റുകൾ എന്താണ് FDIയുമായി ബന്ധപ്പെട്ട് ഓർക്കണം. ദെൻ FDI, FPI, FII കൺസെപ്റ്റുകൾ നമ്മൾ ഈ ഏരിയയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നൗ ലെറ്റ് മി മൂവ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ട്രേഡ് ബാരിയർ? ട്രേഡ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടി ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടീസ് ആകാം, ദെൻ താരിഫ് ബാരിയേഴ്സ് ആകാം, നോൺ താരിഫ് ബാരിയേഴ്സ് ആകാം. ഇതെല്ലാം ട്രേഡ് ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, കോട്ട, കോമൺ മാർക്കറ്റ്, കസ്റ്റംസ് യൂണിയൻ. സോ റൈറ്റ് ആൻസർ ഈസ് കോട്ട. കോട്ട എന്ന് പറയുന്ന ഒരു നോൺ താരിഫ് ബാരിയർ ആണ്. താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ടാക്സസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടിനെ തടയുവാണെങ്കിൽ അത് താരിഫ് ബാരിയർ ആണ്. ഓക്കെ, ലൈക്ക് കസ്റ്റംസ് ഡ്യൂട്ടി, ഓക്കെ, താരിഫ് ബാരിയർ ആണ്. അതേപോലെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഡ്യൂട്ടീസ് നമ്മൾ ഇമ്പോസ് ചെയ്യാറുണ്ട്. ഇവയെല്ലാം താരിഫ് ബാരിയറിന് എക്സാമ്പിൾ ആണ്. വേറെ താരിഫ് അല്ലാതെ മറ്റ് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. ലൈക്ക് ഒരു സീലിംഗ് ഫിക്സ് ചെയ്യുന്നു, ഇത്ര യൂണിറ്റ്സ് മാത്രമേ ഈ ഇന്ന കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീലിംഗ് ആണ്. അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. നമ്പർ ഓർ വാട്ട്സ് എ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ്, ആ ഒരു ലിമിറ്റിനെയാണ് കോട്ട എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ബാരിയർ. അതിനെ ഒരു നോൺ താരിഫ് ബാരിയർ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി കൺസെപ്റ്റ് ഓഫ് ഡംപിംഗ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് റെഫേഴ്സ് ടു, എന്താണ് ഡംപിംഗ്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് ഡംപിംഗ്? സെല്ലിംഗ് പ്രോഡക്ട്സ് in foreign market at a lower price than in the domestic market, exporting product with a high tariff imposed by the importing country, importing products without paying duties and taxes, engaging in unfair labor practices in foreign factories. So right answer എന്താണ്? Selling products in foreign market at a lower price than
ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റിൽ കൊണ്ട് ഈ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അതിനെ ഡംപിങ് എന്ന് പറയും. ഡംപിങ്ങും പല രീതിയിൽ നമുക്ക് പലതരത്തിലുള്ള ഡംപിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിഡേറ്റീവ് ഡംപിങ്. പ്രിഡേറ്റീവ് ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിനാഷണൽ എൻറ്റിറ്റീസൊക്കെ അവരുടെ ബിസിനസ് റൂട്ട് ചെയ്യാൻ വേണ്ടി, ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി വളരെ കുറഞ്ഞ പ്രൈസിൽ ഗുഡ്സ് അവിടെ സെല്ല് ചെയ്യും. എന്താ സംഭവിക്കുക? അവിടെയുള്ള പ്രൈസിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം പതുക്കെ ഇല്ലാതെയാകും. ഈ ഒരു സ്ട്രാറ്റജിയാണ് പ്രിഡേറ്റീവ് ഡംപിങ് എന്ന് പറയുന്നത്. പ്രിഡേറ്റീവ് ഡംപിങ്. ഓക്കെ, സോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡംപിങ് പറയാം. ഓർ ഈവൻ നമ്മളിപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് അല്ലാതായ അല്ലെങ്കിൽ കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നത് കൊണ്ട് ഇപ്പോൾ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ല, അങ്ങനെ വരുന്ന പ്രൊഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ അതും ഡംപിങ് ആണ്. പഴയ പ്രൊഡക്ട്സ് ലൈക്ക് ഇവിടെ പുതിയ പ്രൊഡക്റ്റുകൾ വന്നു, അങ്ങനെയാണെങ്കിൽ ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് ഇവിടെ കുറയും. ആ പ്രൊഡക്റ്റുകൾ അഥവാ എത്താത്ത മറ്റ് ഫോറിൻ മാർക്കറ്റുകളിൽ കൊണ്ട് വളരെ കുറഞ്ഞ പ്രൈസിന് വിറ്റഴിക്കാം. അതും ഡംപിങ്ങിന് എക്സാമ്പിളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇക്കണോമിക് തിയറി എംഫസൈസസ് ദാറ്റ് in the long run factors such as technology and labor productivity will equalize price of goods and services globally? ഏത് തിയറിയാണ് ഇതിനെപ്പറ്റി പറയുന്നത്? അതായത് ഫാക്ടേഴ്സ്, ഇപ്പോൾ ടെക്നോളജി, ലേബർ പ്രൊഡക്ടിവിറ്റി പോലുള്ള ഫാക്ടേഴ്സ് ഗുഡ്സിൻ്റെ സർവീസസിൻ്റെയും പ്രൈസസിനെ ഈക്വലൈസ് ചെയ്യും എന്ന് പറയുന്ന തിയറി ഏതാണ്? മെർക്കന്റിലിസം, ന്യൂ ട്രേഡ് തിയറി, തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. റൈറ്റ് ആൻസർ ഇസ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അതാണ് ഈ തിയറിയുടെ ഒരു നക്ഷൽ, ബേസിക് ആയിട്ടുള്ള കോമ്പോണൻറ്റും അത് തന്നെയാണ്. ഓക്കെ, ഓർക്കുക UGC നെറ്റ് ഡിസംബർ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്കിനി 6 മാസങ്ങൾ മുന്നിലുണ്ട്. ഈ 6 മാസങ്ങൾക്കിടയിൽ നല്ല വ്യക്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ബാച്ചാണ്. ഈ കോംപ്രിഹെൻസീവ് ബാച്ചിൽ എല്ലാ സബ്ജക്റ്റുകളും സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഇതുകൂടാതെ അവൈലബിൾ ആണ്. ദെൻ ഡൗട്ട് ക്ലിയറൻസ് മെക്കാനിസംസ് ആർ ദെയർ. അതോടൊപ്പം PDF മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതെല്ലാം വെച്ച് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇനി ഒട്ടും വൈകാതെ ഇപ്പോഴേ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബർ എക്സാമിനേഷന് വേണ്ടി കൃത്യമായിട്ട് കവറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി ടേം താരിഫ് എസ്കലേഷൻ refers to. എന്താണ് താരിഫ് എസ്കലേഷൻ? എ സഡൻ ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ എ കൺട്രി ഗ്രാജുവലി റെഡ്യൂസിംഗ് താരിഫ് ഓവർ ടൈം ടു പ്രൊമോട്ട് ഫ്രീ ട്രേഡ്, ഇമ്പോസിംഗ് ഹയർ താരിഫ് ആൻഡ് ഓൺ പ്രോസസ്ഡ് ഓർ value added products compared to raw materials. Trade policy aimed at encouraging export over import. എന്താണ് താരിഫ് എസ്കലേഷൻ? കൺസെപ്റ്റ് ഇതാണ്, ഇമ്പോസിംഗ് ഹയർ താരിഫ് ഓൺ പ്രോസസ്ഡ് ഓർ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് കമ്പയർഡ് ടു റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് ആണെങ്കിൽ ലോവർ താരിഫ് ആയിരിക്കും, അതേസമയം അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഹയർ താരിഫ് ഈടാക്കുന്ന ഒരു രീതി. ഇതിനെയാണ് താരിഫ് എസ്കലേഷൻ എന്ന് പറയുന്നത്. താരിഫ് ഒരു റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് ഇത് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇന്റർനാഷണൽ ബിസിനസ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ടൈലറിംഗ് പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ടു മീറ്റ് സ്പെസിഫിക് നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ലോക്കൽ മാർക്കറ്റ്. ലോക്കൽ മാർക്കറ്റിൻ്റെ നീഡും പ്രിഫറൻസും മീറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നതിന് എന്താ പറയുന്നത്? ലോക്കൽ മാർക്കറ്റിന് നീഡും അതേപോലെ തന്നെ പ്രിഫറൻസിനും അനുസരിച്ച് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെന്താണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ പറയുന്നത്? ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസേഷൻ സ്ട്രാറ്റജി, ട്രാൻസ്നാഷണൽ സ്ട്രാറ്റജി, ലോക്കലൈസേഷൻ സ്ട്രാറ്റജി, എക്സ്പോർട്ട് സ്ട്രാറ്റജി. അതായത് ഓരോ ഡൊമസ്റ്റിക് മാർക്കറ്റിലും അവരുടെ നീഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ട്സ് എത്തിക്കുക. ഇതിനെയാണ് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ലോക്കലൈസേഷൻ strategy. Next question, the concept of foreign exchange risk refers to the risk of fluctuating exchange rate affected by probability of international transactions, political instability in foreign market impacting business operations, or exporting products to new market with uncertain demand, competition from foreign firms in the domestic market. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്? ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ ഫോറക്സുമായി ബന്ധപ്പെട്ടാണ്, അതായത് എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ റിസ്ക് നമ്മൾ പറയുന്നത്. സോ ദി റിസ്ക് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അഫക്റ്റഡ് ബൈ ദി അഫക്റ്റിംഗ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു ട്രേഡ് എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എഗ്രിമെന്റ് വയ്ക്കുന്നത്. അപ്പോൾ ആ കറൻസിയിലുള്ള മൂല്യത്തിലുള്ള വ്യത്യാസം ചിലപ്പോൾ ഇതിലുള്ള പ്രോഫിറ്റ് നമ്മളുടെ ഇല്ലാതാക്കും. ആ റിസ്കിനെയാണ്
ആ ഒരു റിസ്കിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്, ഓർ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ താരിഫ് ബാരിയർ ടു ട്രേഡ്? നോൺ താരിഫ് ബാരിയറിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെയാണ് താരിഫ് ബാരിയേഴ്സ്, ഏതൊക്കെയാണ് നോൺ താരിഫ് ബാരിയേഴ്സ്, ഓരോന്നിൻ്റെ മീനിങ്ങും അറിയണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ട് ഡ്യൂട്ടി, അഡ്വലാറം താരിഫ്, ദെൻ എക്സ്പോർട്ട് സബ്സിഡി, ദെൻ വോളണ്ടറി എക്സ്പോർട്ട് റിട്രെയിൻസ്. ഓക്കെ, വോളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിൻസ്. സോ ഈ പറയുന്ന 4 ഓപ്ഷനിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് നോൺ താരിഫ് ബാരിയർ? താരിഫ് അല്ലാതെ, ടാക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് നോൺ താരിഫ് ബാരിയർ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയാലും അഡ്വലാറം ഡ്യൂട്ടി ആയാലും എക്സ്പോർട്ട് സബ്സിഡീസ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും എന്താണ്? താരിഫായിട്ടാണ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ താഴെ നാലാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ വോളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിൻസ്, എക്സ്പോർട്ട് റിസ്ട്രെയിൻ ചെയ്യുക, ലിമിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ കോട്ട ഇമ്പോസ് ചെയ്യുന്നത്, ഓർ പേപ്പർ വർക്കിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നോൺ താരിഫ് ബാരിയറിന് എക്സാമ്പിളാണ്. ക്വാളിറ്റി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം, മിനിമം ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം, ഷേപ്പ് ഇന്നതായിരിക്കണം, അത് പാക്കേജിങ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം. ഇവയെല്ലാം നോൺ താരിഫ് ബാരിയറിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി ഇക്കണോമിക് തിയറി ദാറ്റ് ആർഗ്യൂസ് ദാറ്റ് countries benefit from international trade regardless of whether they have an absolute advantage in producing goods is known as. ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ബെനിഫിറ്റ് കിട്ടാം ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്ന് പറയുന്ന തിയറി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത് എന്താണ്? മറ്റ് രാജ്യങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അത് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ലിമിറ്റേഷൻ, ചില രാജ്യങ്ങൾക്ക് ഒരു പ്രൊഡക്ട്സിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവണമെന്നില്ല. അതായത് മറ്റ് രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചിലവിൽ ഒരു പ്രൊഡക്ട്സ് പോലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എക്സ്പോർട്ടിൽ എൻ്റർ ചെയ്യാനേ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡേവിഡ് റിക്കാർഡോ എന്തുകൊണ്ടുവന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വന്നത്. ഇതുപ്രകാരം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും നമുക്കൊരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പോർട്ട് ദോസ് ഗുഡ്സ്. അതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. വിച്ച് ഇന്റർനാഷണൽ ട്രേഡ് തിയറി സജസ്റ്റ് ദാറ്റ് firms prefer to locate production activities in countries where they can minimize production and distribution cost? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചില രാജ്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, പലപ്പോഴും ചൈനയിലൊക്കെ. എന്തുകൊണ്ടാണ്? ഈ തിയറി പറയുന്നത് ഇത് തന്നെയാണ്. ഫേംസ് പ്രിഫർ ടു ലൊക്കേറ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ കൺട്രീസ് വെയർ ദേ ക്യാൻ മിനിമൈസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാവുന്ന രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യും. അങ്ങനെ പറയുന്ന തിയറി ഏതാണ്? സോ ഓപ്ഷൻസ് ആർ ന്യൂ ട്രേഡ് തിയറി, ഹെക്സ്റ്റർ ഓയിലൻ തിയറി, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി, ഗ്രാവിറ്റി മോഡൽ. ആൻസർ ഈസ് ന്യൂ ട്രേഡ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ദി ടേം ബാലൻസ് ഓഫ് പേയ്മെന്റ് റെഫേഴ്സ് ടു. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് മീനിങ്? ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദി കൺട്രി, ദി exchange rate between two countries, the total amounts of debt owed by a country to foreign entities, the record of all economic transactions between residents of a country and the rest of the world over a specific period of time. That is right. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു ടൈം പീരീഡിൽ, ഇപ്പോൾ ഒരു വർഷത്തെ ആണെങ്കിൽ ആ വർഷത്തെ ആ രാജ്യത്തെ റെസിഡൻസും നോൺ റെസിഡൻസും തമ്മിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് എത്രമാത്രം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സം ടോട്ടൽ, അതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, നെറ്റ് ഫിഗർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്റർനാഷണൽ ബിസിനസ് സ്ട്രാറ്റജീസ് ഇൻവോൾവ്സ് സ്റ്റാൻഡർഡൈസിംഗ് പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ് ടു അച്ചീവ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? സോ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ട്രാറ്റജി ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, സോ കുറച്ച് MCQs ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQ ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഏരിയാസിലെ മറ്റ് MCQs കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നിങ്ങൾ കളക്ട് ചെയ്യുക. ഓരോ ഏരിയ വെച്ച് പഠിച്ചു പോവുക. MCQs ബ്ലാൻഡ് ആയിട്ട് പഠിക്കാമെന്നല്ല, ആ MCQ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി ആ ഏരിയ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ എക്സാമിനേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരി വൺ. ബൈ.